ചന്ദ്രനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി ഇലോൺ മസ്ക്. തന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ ഏറ്റെടുത്ത AI സ്ഥാപനമായ XAIയിലെ ജീവനക്കാർക്കായി നടത്തിയ യോഗത്തിലാണ് ഈ ആശയം ഇലോൺ മസ്ക് അവതരിപ്പിച്ചത്. ചന്ദ്രനിൽ വെച്ച് AI ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും അവയെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാനും ഒരു വൻ ഇലക്ട്രോമാഗ്നറ്റിക് കട്ടപ്പ് സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് മസ്ക് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചന്ദ്രനിലെ സിലിക്കൺ, ടൈറ്റാനിയം, അലുമിനിയം, ഇരുമ്പ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും അവയെ നേരിട്ട് ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിക്കാനും സാധിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ കേന്ദ്ര ആശയം. 2 മുതൽ 3 വർഷത്തിനുള്ളിൽ AI കമ്പ്യൂട്ടിംഗ് ശേഷി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ കഴിയുന്നത് ബഹിരാകാശത്തിലേക്കായിരിക്കുമെന്നാണ് ഇലോൺ മസ്കിന്റെ അഭിപ്രായം. നിലവിൽ AI ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്നെങ്കിലും സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റ് ഉപയോഗിച്ച് ഭാവിയിൽ ചന്ദ്രനിലേക്കും ഗ്രഹങ്ങളിലേക്കും വൻതോതിൽ ചരക്കുകൾ എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓർബിറ്റിൽ ഇന്ധന കൈമാറ്റം പോലുള്ളവ സ്റ്റാർഷിപ്പിന് ചന്ദ്രനിൽ വൻതോതിൽ ചരക്കുകൾ ഇറക്കാൻ കഴിയും. അതിലൂടെ ശാസ്ത്രീയവും വ്യാവസായികവുമായ സ്ഥിരതാമസം ചന്ദ്രനിൽ സാധ്യമാകുമെന്നും മസ്ക് പറയുന്നു. ഇലോൺ മസ്കിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് മാസ് ഡ്രൈവർ ആശയം പുതുമയുള്ളതല്ല. 1974 ജെറാൾഡ് ഓ'നീൽ, ഹെൻറി കോൾമും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. ചന്ദ്രോപരിതലത്തിൽ നിന്നും വസ്തുക്കൾ ബഹിരാകാശത്തിലേക്ക് 160 മീറ്റർ നീളമുള്ള മാസ് ഡ്രൈവർ വഴി വിക്ഷേപിക്കാമെന്ന് അവർ തെളിയിച്ചിരുന്നു. സാമ്പത്തികവും സുരക്ഷിതവുമായ കാരണങ്ങളാൽ ചന്ദ്രനിൽ ഇലക്ട്രോമാഗ്നറ്റിക് വിക്ഷേപണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ദേശീയ സുരക്ഷയ്ക്കും ബഹിരാകാശ വ്യവസായ വളർച്ചയ്ക്കും സഹായകമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തിയിട്ടുണ്ട്. 2023 റിപ്പോർട്ടിൽ ഭൂമിയിൽ നിന്ന് രാസ ഇന്ധനത്തോടെ ഉപഗ്രഹങ്ങൾ അയക്കുന്നത് ചെലവേറിയ മാർഗം, ചന്ദ്രനിൽ സൗരോർജ്ജം ഉപയോഗിച്ച് വിക്ഷേപണം നടത്തുന്നത് ചെലവ് കുറഞ്ഞ മാർഗമെന്നും വ്യക്തമാക്കിയത് റോബർട്ട് പിറ്റ്കിനാണ്. ഇതിന്റെ ഭാവി സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രകാരം തുടക്കത്തിൽ ചില യന്ത്രോപകരണങ്ങളിൽ ഭൂമിയിൽ നിന്നാകാം എത്തിക്കേണ്ടത്. എന്നാൽ ഭാവിയിൽ ചന്ദ്രനിലെ ജലവും ഖനന വിഭവങ്ങളും ഉപയോഗിച്ച് ബഹിരാകാശ പേടകങ്ങൾ പുനഃസ്ഥാപിക്കാം. ഇവയ്ക്ക് ഇന്ധനം നൽകാൻ കഴിയും. ഇത് ചാന്ദ്ര സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെടാൻ ഇടയാക്കും. ബഹിരാകാശ മേഖലയിലെ പുതിയ മത്സരത്തെ തുടർന്ന് മസ്കിന്റെ പദ്ധതി സാങ്കേതിക, സാമ്പത്തിക വശങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്കും ആകർഷണത്തിനും ഇടയാക്കി. ബഹിരാകാശ രംഗത്തെ പുതിയ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇലോൺ മസ്കിന്റെ ഈ നിർദ്ദേശം സാങ്കേതികമായും സാമ്പത്തികമായും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചന്ദ്രനിൽ AI ഉപഗ്രഹ നിർമ്മാണം, സ്റ്റാർഷിപ്പും ഇലക്ട്രോമാഗ്നറ്റിക് മാസ് ഡ്രൈവർ ഉപയോഗവും ഭാവിയിലെ ബഹിരാകാശ വ്യവസായത്തിലെ മാറ്റത്തിനും പുതിയ സാമ്പത്തിക സാധ്യതകൾക്കും വാതിൽ തുറക്കുന്നു.